ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പഠനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് എസ്തേർ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ എസ്തേറും കുറേയധികം യുവ കന്യകമാരും സുന്ദരികളും സുമുഖികളുമായ യുവ കന്യകമാരും എപ്രകാരമാണ് തലസ്ഥാന നഗരിയായ സൂസായിൽ പേർഷ്യൻ രാജാവിൻ്റെ അന്തഃപുരത്തിലേക്ക് ആനയിക്കപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു. പേർഷ്യൻ രാജാവിൻ്റെ അന്തഃപുരത്തിലേക്ക് ആനയിക്കപ്പെട്ട ഈ യുവകന്യകമാർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നൽകി അവരെ അവിടെ പാർപ്പിക്കുകയാണ്. അവർക്ക് നല്ല ഭക്ഷണങ്ങൾ നൽകുന്നു, നല്ല താമസ സൗകര്യം നൽകുന്നു, ധാരാളം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അവർക്ക് നൽകപ്പെടുന്നു. ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിലും ബാബിലോൺ സാമ്രാജ്യത്തിലുമൊക്കെ നമ്മൾ കാണുന്ന സ്ഥിരം പ്രവണതയാണ്. രാജാവിൻ്റെ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് സാമാന്യം നല്ല ഭക്ഷണവും താമസവും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം, ആ 1-ാം അധ്യായത്തിൽ ദാനിയേലിനും കൂട്ടർക്കും രാജകീയ ഭക്ഷണം നൽകപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതാ എസ്തേറിനും കൂട്ടർക്കും നല്ല ഭക്ഷണവും മറ്റു കാര്യങ്ങളും നൽകുന്നു. ഈ സമയം എസ്തേർ താൻ ഒരു യഹൂദ സ്ത്രീയാണ് എന്ന കാര്യം, തൻ്റെ കുലം വംശം മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെ അവൾ അത് മറച്ചു വയ്ക്കുന്നതിന് ഒരു കാരണമുണ്ട്. അവളുടെ വളർത്ത് പിതാവിൻ്റെ സ്ഥാനത്ത് കൂടി നിൽക്കുന്ന മൊർദെഖായി അവളോട് പ്രത്യേകം അത് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഭാവിയിൽ യഹൂദർക്ക് എതിരെ നടക്കാനിരിക്കുന്ന ഒരു വംശഹത്യാ നീക്കത്തെ തടയാൻ ഇടപെടുന്നതിന് എസ്തേർ എങ്ങനെയെങ്കിലും രാജ്ഞി പദത്തിലേക്ക് കടന്നു വരണമെന്നും അങ്ങനെ എസ്തേർ രാജ്ഞി പദത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി അവരുടെ യഹൂദ എന്ന വംശവിലാസം തടസ്സമാകരുത് എന്നതുമായിരിക്കാം കാരണം. ഏതായാലും താനൊരു യഹൂദയാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഈ യുവതികളോടൊപ്പം, കന്യകമാരായ സുന്ദരികളായ യുവതികളോടൊപ്പം എസ്തേറും ആ രാജകൊട്ടാരത്തിൽ താമസിക്കുകയാണ്. അങ്ങനെ താമസം മുൻപോട്ട് പോകുമ്പോൾ പിന്നീട് രാജാവിന് ഇതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കന്യകയെ രാജ്ഞി പദത്തിലേക്ക് ഉയർത്തുന്ന ഘട്ടമാണ് ഇനി നടക്കാനുള്ളത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള വചനഭാഗം നമുക്ക് ഈ സമയം വായിക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കണം. എസ്തേറിൻ്റെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് 6 മാസം മീറ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ 12 മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസ്വേരൂസ് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും
അന്തഃപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഷാഷ്കസിൻ്റെ കീഴിലുള്ള അന്തഃപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല. മൊർദെഖായിയുടെ പിതൃവ്യനായ അബിഹായിലിൻ്റെ മകളും അവൻ മകളായി ദത്തെടുത്തവളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു. രാജാവിൻ്റെ 7-ാം ഭരണവർഷം 10-ാം മാസം, അതായത് തേബത്ത് മാസം, കൊട്ടാരത്തിൽ അഹസ്വേരൂസ് രാജാവിൻ്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു. അവൻ്റെ മുമ്പിൽ സകല കന്യകമാരെയും അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഷ്തിക്ക് പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് എസ്തേറിൻ്റെ പേരിൽ തൻ്റെ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അവൻ പ്രവിശ്യകളുടെ നികുതിയിൽ ഇളവ് വരുത്തി തൻ്റെ രാജകീയ ഔദാര്യത്തിനൊത്ത വിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. മൊർദെഖായിയുടെ പിതൃവ്യനായ അബിഹായിലിൻ്റെ മകൾ, മൊർദെഖായി ദത്തെടുത്ത് വളർത്തിയവൾ എസ്തേർ. ഇവർ തമ്മിലുള്ള ബന്ധം സഹോദരരുടെ പുത്രനും പുത്രിയും തമ്മിലുള്ള ബന്ധമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും യൂദയായിൽ എത്തിപ്പെട്ട സുന്ദരിമാരായ സ്ത്രീകളിൽ ഈ സൗന്ദര്യ മത്സരത്തിൻ്റെ അവസാനത്തിൽ രാജാവിൻ്റെ ഹൃദയം കവർന്നവൾ മാത്രമാണ് രാജാവിൻ്റെ അന്തഃപുരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്. അല്ലാത്തവരെല്ലാം പിന്നീട് അന്തഃപുര നാരികളായി പരിഗണിക്കപ്പെടുകയാണ് പതിവ്. അനുവദിക്കപ്പെട്ട സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എസ്തേർ ഉപയുക്തമാക്കുന്നു പോലുമില്ല. കാരണം അതീവ സുന്ദരിയായിരുന്ന എസ്തേറിന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് തിരുവചനം സൂചിപ്പിക്കുന്നത്. ഏതായാലും 12 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ, സൗന്ദര്യവർദ്ധന പ്രവർത്തനങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് യുവതികളെ ആനയിച്ചിരുന്നത്. അപ്രകാരം ഇതാ എസ്തേറിൻ്റെ സമയം വരുന്നു. രാജാവിൻ്റെ 7-ാം ഭരണവർഷം 10-ാം മാസം, അതായത് തേബത്ത് മാസം, കൊട്ടാരത്തിൽ അഹസ്വേരൂസ് രാജാവിൻ്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു. അവൻ്റെ മുൻപിൽ സകല കന്യകമാരെയും അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി എന്നാണ് തിരുവചനത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് എസ്തേർ ഇതാ രാജ്ഞി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഒരുപക്ഷേ ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ ഒരു സൗന്ദര്യ മത്സരമായിരുന്നിരിക്കാം ഇത്. ഇതാ ആ സൗന്ദര്യ മത്സരത്തിൽ മിസ് പേർഷ്യയായി എസ്തേർ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതുവരെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്ന വാഷ്തിയെ പുറത്താക്കി ഏറെക്കാലത്തിന് ശേഷമാണ് പുതിയ രാജ്ഞിയെ വാഴിക്കുന്നത്. കാരണം വാഷ്തി രാജ്ഞി പുറത്താക്കപ്പെടുന്നത് അഹസ്വേരൂസ് രാജാവിൻ്റെ തലസ്ഥാന നഗരമായ സൂസായിൽ അദ്ദേഹം സിംഹാസനത്തിൽ വാഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ 3-ാം ഭരണവർഷമാണ്.
പുതിയ രാജ്ഞി അവരോധിക്കപ്പെടുന്നത്, അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ രാജ്ഞിയാക്കുന്നത് 7ാം ഭരണവർഷമാണ്. അതായത് 4 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ രാജ്ഞി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. ഏതായാലും ഈ രാജ്ഞി പദത്തിലേക്കുള്ള എല്ലാ പടവുകളും ചവിട്ടിക്കയറി രാജാവിൻ്റെയും മറ്റെല്ലാവരുടെയും ഹൃദയം കവർന്ന് ഒരു യഹൂദ സ്ത്രീയായ എസ്തേർ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായിത്തീരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമായ ഒരു കാര്യമാണ്. അനാഥയായിരുന്ന ഒരു പെൺകുട്ടി, അവളുടെ ബാല്യത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവൾ, കഷ്ടപ്പാടിലൂടെ ജീവിച്ച് മുൻപോട്ട് പോന്നവൾ, തൻ്റെ ബന്ധു കൂടിയായ മൊർദെഖായിയുടെ കാരുണ്യത്തിൽ തൻ്റെ ബാല്യവും കൗമാരവും യൗവനവും കടത്തിവിട്ടവൾ, ഇതാ അനാഥയായി ജീവിച്ചിരുന്ന അവളെ ദൈവം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായി ഉയർത്തിയിരിക്കുന്നു. രാജാവ് അവളിൽ അനുരക്തനാവുകയും അവളെ പേർഷ്യയുടെ രാജ്ഞിയാക്കി മാറ്റുകയും ചെയ്യുന്നു. അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത് എന്ന് വചനം വായിക്കുന്ന നമുക്ക് മനസ്സിലാവുകയാണ്. ഇത്തരത്തിൽ അവളെ വിവാഹം ചെയ്ത് അവളെ രാജ്ഞിയാക്കി അതിനുശേഷം തൻ്റെ സന്തോഷം അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി രാജാവ് ഒരു വിരുന്ന് നൽകുന്നു. എസ്തേറിൻ്റെ പേരിൽ തൻ്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് രാജാവ് നൽകി. പുതിയ രാജ്ഞിയെ ലഭിച്ചതിലുള്ള തൻ്റെ സന്തോഷം ജനങ്ങൾക്കെല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് രാജാവ് നികുതി ഇളവുകളും പ്രഖ്യാപിക്കുന്നുണ്ട്. രാജാവിൻ്റെ ജന്മദിനത്തിൽ എന്നതുപോലെ അനേകർക്ക് അദ്ദേഹം ധാരാളം സമ്മാനങ്ങൾ നൽകുന്നു. ചുരുക്കത്തിൽ വലിയ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ് എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം ഇത്. അടുത്തതായി ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇതുവരെ കണ്ട കഥയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി മറ്റൊരു സംഭവം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അത് ഈ രാജാവിനെ വധിക്കാനായി ചിലർ നടത്തുന്ന ഗൂഢാലോചനയും ആ ഗൂഢാലോചന തകർത്ത് കളയുന്നതുമാണ്. 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. 2-ാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചു കൂട്ടിയപ്പോൾ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ ആകട്ടെ മൊർദെഖായി കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. മൊർദെഖായി തന്നെ വളർത്തിയിരുന്ന കാലത്തെന്ന പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ഡന്മാരുമായ ബിഗ്താനും തേരഷും കോപം പൂണ്ട് അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു. ഇക്കാര്യം മൊർദെഖായി അറിയുകയും അവനത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു. എസ്തേർ അത് മൊർദെഖായിക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ആ 2 പേരും കഴിവിലേറ്റപ്പെട്ടു. രാജസാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി. സമാനമായ ഒരു കഥ ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്. രാജാവിനെ വധിക്കാനായി ഗൂഢാലോചന നടത്തുന്ന ആളുകളുടെ ഉദ്ദേശ്യം മൊർദെഖായി നേരിട്ട് രാജാവിനെ അറിയിക്കുന്നതും അങ്ങനെ രാജാവ് ആ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷപ്പെടുന്നതുമായ സംഭവം ഇതിനകം നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുകയും അത് വായിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തതാണ്. 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് കണ്ടതാണ്. ഇവിടെ ആ അതേ കഥ തന്നെ മറ്റൊരു വാക്കിൽ അവതരിപ്പിക്കുന്നത് മാത്രമാണ്. മൊർദെഖായി അന്തഃപുരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അയാൾക്ക് രാജാവിനെതിരെയുള്ള, രാജാവിനെ വധിക്കാനുള്ള ഒരു ഗൂഢാലോചനയെക്കുറിച്ച് ഉള്ള അറിവ് ലഭിക്കുന്നത്.
രാജാവിൻ്റെ സ്വകാര്യ വസതിക്ക് കാവൽ നിന്നവർ തന്നെയാണ് രാജാവിനെ വധിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. മൊർദെഖായിക്ക് വേണ്ടി എസ്തേർ രാജ്ഞിയാണ് ഇവിടെ വിവരം രാജാവിനെ അറിയിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വിവരണം നമ്മൾ ഇതിനു മുൻപ് 12-ാം അധ്യായത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടതാണ് എന്നോർക്കുക. ഇനി ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന ചില അനുമാനങ്ങളും പാഠങ്ങളും എന്താണ് എന്ന് നോക്കാം. മൊർദെഖായി, എസ്തേർ എന്നിവരുടെ കുടുംബ ബന്ധം ഈ അധ്യായത്തിൽ നമ്മൾ വിവിധയിടങ്ങളിൽ വായിച്ചു. ആത്യന്തികമായി ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്ക് നിദാനമായത് ഇവർ രണ്ടുപേരുടെയും, മൊർദെഖായിയുടെയും എസ്തേറിൻ്റെയും ഇടപെടലുകളാണ്. എസ്തേറിനെ പരിരക്ഷിച്ചതും പ്രചോദിപ്പിച്ചതും നയിച്ചതും മൊർദെഖായി തന്നെയായിരുന്നു. ആ രണ്ടുപേരെയും സത്യത്തിൽ ദൈവം ഉപകരണങ്ങളാക്കി മാറ്റുകയായിരുന്നു. ഈ കഥയിലെ എസ്തേർ എന്ന കേന്ദ്ര കഥാപാത്രം സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു. മൊർദെഖായി നൽകിയ നിർദ്ദേശങ്ങൾ അവൾ അനുസരിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പേർഷ്യയിലെ രാജ്ഞിയാകാൻ അവൾ തുനിഞ്ഞിറങ്ങിയതല്ല. എന്നാൽ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവിക പദ്ധതിയോട് അവൾ സഹകരിക്കുക മാത്രമാണ് ചെയ്തത്. ദൈവിക പദ്ധതിയോട് അവൾ സഹകരിച്ചപ്പോൾ അത് അവളുടെ തന്നെയും പിന്നീട് അവളുടെ ജനത്തിൻ്റെയും നന്മയ്ക്കും രക്ഷയ്ക്കും നിദാനമായി തീരുന്നത് നമുക്ക് തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവമാണ് സത്യത്തിൽ ഒരു വ്യക്തിയെ അത്ഭുതകരമാം വിധം ഉയർത്തുന്നത്. എസ്തേർ എന്ന ഒരു യഹൂദ വനിത, അനാഥയായിരുന്നവൾ, പ്രവാസിയായിരുന്നവൾ എന്നിങ്ങനെ നിരവധി കുറവുകൾ ഉണ്ടായിരുന്ന ഒരു യുവകന്യകയെ ദൈവം ഉയർത്തുന്നു. ദൈവം തൻ്റെ പദ്ധതിക്കനുസരിച്ച് അവളെ ഉയർത്തിയപ്പോൾ അവളുടെ കുറവുകളെല്ലാം നിഷ്പ്രഭമാവുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രകാരമാണ്. ദൈവിക പദ്ധതിയോട് സഹകരിച്ച് ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാകാൻ നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മൾ സാക്ഷികളായിത്തീരും. ഇതാണ് എസ്തേറിൻ്റെ പാഠം. കേവലം ഒരു യഹൂദയായിരുന്ന, പ്രവാസി ആയിരുന്ന, അനാഥയായിരുന്ന എസ്തേർ പ്രകാരമാണ് പേർഷ്യയുടെ രാജ്ഞിയായി തീർന്നത് എന്ന സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവിക പദ്ധതിയോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ നിലപാടിനെ കൂടിയാണ്. ദൈവിക പദ്ധതി വെളിവാക്കപ്പെടുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി, ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വഴങ്ങുന്ന പരിശുദ്ധ അമ്മ. അങ്ങനെ ദൈവഹിതത്തിന് വഴങ്ങുന്നവളെ ദൈവം ഉയർത്തുകയാണ്. അടുത്തതായി 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 3-ാം അധ്യായം നമ്മൾ ഇതുവരെ കണ്ട വലിയ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ നേർവിപരീതമായ ഒരു വികാരമാണ് നമ്മിൽ നിറയ്ക്കുക. ഈ 3-ാം അധ്യായത്തിലാണ് ഈ കഥയിലെ വില്ലനെ ഗ്രന്ഥകാരൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ വില്ലൻ്റെ പേര് ഹാമാൻ എന്നാണ്. ഈ കഥയിലെ വില്ലൻ ഹാമാൻ, അയാളുടെ പ്രത്യേകതകൾ, അയാൾ എപ്രകാരമാണ് യഹൂദരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള പദ്ധതി മെനയുന്നത്, ഈ കഥകളെല്ലാമാണ് 3-ാം അധ്യായത്തിലുള്ളത്. നമുക്കതിൻ്റെ ഘടന ആദ്യം ഒന്ന് പരിശോധിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ ഹാമാനും മൊർദെഖായും തമ്മിലുള്ള വൈരം, വിരോധം, ഇത് ഉടലെടുക്കാനുള്ള കാരണങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട വിവരണങ്ങൾ നമുക്കവിടെ കാണാം. 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്ത് ഹാമാൻ പ്രത്യേകമായി ഇടപെട്ട്
യഹൂദരെ ഉന്മൂലനം ചെയ്യാനുള്ള രാജാവിൻ്റെ അനുവാദം സംഘടിപ്പിച്ചെടുക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗത്ത് യഹൂദരുടെ വംശനാശത്തിനായി കുറിക്കപ്പെടുന്ന 13-ാം തീയതിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കിതിലെ ഓരോ ഭാഗങ്ങളും ഒന്ന് വായിച്ച് വ്യാഖ്യാനിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ഇവയ്ക്ക് ശേഷം അഹസ്വേരൂസ് രാജാവ് അഗാഗ് വംശജനും ഹമ്മേദാഥായുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി. അവനെ മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു. കൊട്ടാരവാതിൽക്കലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആദരം കാണിച്ചു. അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല. കൊട്ടാരവാതിൽക്കലുള്ള സേവകന്മാർ മൊർദെഖായോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കരിക്കുന്നത്? പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോ എന്നറിയാൻ വിവരം അവർ ഹാമാനോട് പറഞ്ഞു. താൻ യഹൂദനാണെന്ന് മൊർദെഖായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി മൊർദെഖായിയുടെ മാത്രം മേൽ കൈവച്ചാൽ പോരാ എന്ന് അവന് തോന്നി. മൊർദെഖായിയുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരൂസിൻ്റെ രാജ്യത്ത് നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. ഇവിടെ ഈ ഹാമാൻ എന്ന വില്ലനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വംശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അഗാഗ് വംശജൻ, ഹമ്മേദാഥായുടെ മകൻ, ഇതാണ് ഹാമാനെക്കുറിച്ച് പറയുന്നത്. ആരാണ് അഗാഗ്? അഗാഗ് വംശം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗാഗ് വംശജരും ഇസ്രായേലിനും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ പ്രശ്നം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമുക്ക് ലഭിക്കുന്നത് സാമുവേൽ പ്രവചനത്തിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്നാണ്. അവിടെ അഗാഗ് എന്ന അമലേക്യനായ ഒരു രാജാവിനെ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് യാത്രയിൽ ജനത്തിന് വിഘാതമായി നിലകൊണ്ട അമലേക്യരെ വധിക്കാനുള്ള ദൈവഹിതം സാമുവേൽ പ്രവാചകൻ നവാഭിഷിക്തനായ സാവൂൾ രാജാവിനെ അറിയിക്കുകയാണ്. അങ്ങനെ സാവൂൾ രാജാവ് അമലേക്യരെ മുഴുവൻ വധിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഹിതം. പക്ഷേ ഇവിടെ സാവൂൾ ഒരു തെറ്റ് ചെയ്യുകയാണ്. അമലേക്യരുടെ രാജാവായിരുന്ന അഗാഗിനെ സാവൂൾ വധിക്കുന്നില്ല. അയാളെ വധിക്കാതെ ജീവനോടെ അയാളുടെ വസ്തുവകളോടൊപ്പം പിടിച്ചെടുക്കുകയാണ്. 1 സാമുവേൽ 15:9 നമ്മൾ പ്രകാരം വായിക്കും, എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ, തടിച്ച മൃഗങ്ങൾ, കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു എന്നാണ്. ഈ അഗാഗിനെ സൂക്ഷിക്കാൻ സാവൂൾ എടുത്ത തീരുമാനം അത് വലിയ ഒരു വിപത്തായി പിന്നീട് ഇസ്രായേലിൻ്റെ മേൽ വരികയാണ്. ദൈവം പറഞ്ഞതാണ് അവരെ നിർമൂലനം ചെയ്യണം. ഈ സമയം ദൈവത്തിൻ്റെ ഹിതം സാമുവേൽ പ്രവാചകനിലൂടെ വെളിപ്പെട്ടിട്ടും അതനുസരിക്കാതെ ഇത്തരത്തിൽ അവയെ ആടുമാടുകളെയും അഗാഗിനെയും ഒക്കെ സൂക്ഷിച്ചതുകൊണ്ടാണ് സാമുവേൽ പ്രവാചകൻ സാവൂളിനെ വിമർശിക്കുകയും നീ ചെയ്ത് തെറ്റാണെന്ന് പറയുകയും അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുകയും സാവൂൾ രാജാവിൻ്റെ രാജസ്ഥാനം ഇതാ ദൈവം അവനിൽ നിന്നും എടുത്തു മാറ്റുന്നു എന്ന പ്രവചനം പോലും പറയുന്നത്. അപ്പോൾ സാവൂൾ രാജാവിൻ്റെ വലിയൊരു തെറ്റാണ് അഗാഗ് എന്ന അമലേക്യരുടെ രാജാവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്.
സാമുവേൽ പ്രവാചകൻ ശക്തമായ ഭാഷയിൽ ഇതിൽ സാവൂളിനെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ജനവും ഈ അമലേക്യരും, അതായത് അഗാഗ് രാജാവിൻ്റെ വംശമായ അമലേക്യരും തമ്മിലുള്ള പുരാതനമായ വൈരത്തിൻ്റെ കഥ പഞ്ചഗ്രന്ഥിയിലും നമ്മൾ കാണുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 17-16 എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവിൻ, തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. സംഖ്യ 24:7 പറയുന്നു, അവൻ്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും, വിത്തുകൾക്ക് സമൃദ്ധമായ ജലം ലഭിക്കും, അവൻ്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും, അവൻ്റെ രാജ്യം മഹത്വമണിയും. അപ്പോൾ അമലേക്യരുടെ രാജാവായ അഗാഗ്, ഇവരെല്ലാം ഇസ്രായേലിൻ്റെ ചിരവൈരികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ, നീ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് നിന്നോട് ചെയ്തതെന്തെന്ന് ഓർത്തുകൊള്ളുക. ക്ഷീണിച്ച് തളർന്നിരുന്ന നിന്നെ അവൻ ദൈവഭയമില്ലാതെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിൻനിരയിലുണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ അഭിശപ്തരായ ജനതയും അനുഗ്രഹീതരായ ജനതയും തമ്മിലുള്ള വൈരത്തിൻ്റെ അനുരണനങ്ങൾ ചരിത്രത്തിൽ തുടരുകയാണ്. ഇതിൻ്റെ തുടർച്ച എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം.